കേരള PSCയുടെ ജൂനിയർ അക്കൗണ്ടന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം 10 മൊഡ്യൂൾ, ഓരോ മൊഡ്യൂളിൽ നിന്നും 10 ക്വസ്റ്റ്യൻസ് വീതം 100 ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. 100 മാർക്കിൻ്റെ എക്സാമാണ്, 1.5 മണിക്കൂറാണുള്ളത്. അപ്പം ഇതിൽ 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 5 മൊഡ്യൂളിൻ്റെ 10 ക്വസ്റ്റ്യൻസ് വീതം, അങ്ങനെ ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ്. ഇതിൽ പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട്, ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആണ്. നിങ്ങൾക്ക് അറിയില്ലാത്തവരുണ്ടെങ്കിൽ അത് നന്നായി പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വെൽക്കം ടു മൈ ചാനൽ, ഇറ്റ്സ് മീ ആതിര. ജൂനിയർ അക്കൗണ്ടൻറ്റ് എക്സാമിന് നമുക്ക് 10 മൊഡ്യൂളാണ് പഠിക്കാനുള്ളത്. ഓരോ മൊഡ്യൂളിൽ നിന്നും 10 മാർക്ക് വീതം, അങ്ങനെ 100 മാർക്കിനാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ആദ്യത്തെ 5 മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, മാനേജീരിയൽ ഇക്കണോമിക്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ്, ഇങ്ങനെയുള്ള 5 മൊഡ്യൂൾസിൻ്റെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മളിതിലൂടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ക്ലാസ്സുകളൊക്കെ നമ്മൾ നേരത്തെ തീർത്തതാണ്. ഫുൾ മൊഡ്യൂൾ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം PYQ, MCQ, പിന്നെ ഇപ്പോൾ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നിനും ഇപ്പോൾ ആദ്യം അക്കൗണ്ടിങ്ങായി റിലേറ്റ് ചെയ്ത 10 ക്വസ്റ്റ്യൻസ്, പിന്നെ FM ആയി റിലേറ്റ് ചെയ്ത 10 ക്വസ്റ്റ്യൻസ്, അങ്ങനെ 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തേത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് അപ്രോപ്രിയേറ്റ് ഫോർ പ്രൊവിഷൻ. പ്രൊവിഷൻ എന്ന ടേമുമായിട്ട് അപ്രോപ്രിയേറ്റ് ചെയ്യാത്തത് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ്? ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കണം. കഴിഞ്ഞ ദിവസം PYQ ഒക്കെ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടിരുന്നു, അത് നേരിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ? പക്ഷേ നമ്മൾ ഇപ്പോൾ 1.5 മണിക്കൂർ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസും നമ്മൾ പഠിച്ചിരിക്കുക. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് അപ്രോപ്രിയേറ്റ് ഫോർ പ്രൊവിഷൻ. അപ്രോപ്രിയേറ്റ് അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻസ് നോക്കി. ക്രിയേഷൻ ഓഫ് പ്രൊവിഷൻ സാറ്റിസ്ഫൈ ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേറ്റിസം. പ്രൊവിഷൻ ഈസ് എ ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ്. Provision is created for non-liability. Provision is created to strengthen the financial position of the business. അങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിലേതാണ് കറക്റ്റ് അല്ലാത്തത് എന്നതാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഫസ്റ്റ് സെൻറ്റൻസ് നോക്കാം. പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേറ്റിസം സാറ്റിസ്ഫൈ ചെയ്യുക, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് കറക്റ്റാണ്. ദെൻ പ്രൊവിഷൻ ഈസ് എ ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ്, അല്ലേ? പ്രോഫിറ്റ് ഉള്ളപ്പോഴാണ് നമ്മൾ പ്രൊവിഷൻ ചാർജ് ചെയ്യുന്നത്. അത് കറക്റ്റാണ്. ദെൻ ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഫോർ നോൺ ലയബിലിറ്റി, അതും കറക്റ്റാണ്. അപ്പോൾ കറക്റ്റ് അല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി, പ്രൊവിഷൻ ഈസ് ക്രിയേറ്റഡ് ടു സ്ട്രെങ്തൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ബിസിനസ് ആണോ? ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഭാവിയിൽ എന്തെങ്കിലും ഒരു ഫ്യൂച്ചറിൽ എന്തെങ്കിലും ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, റോയൽറ്റി അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട്. നേരിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. റോയൽറ്റി അക്കൗണ്ട് എന്ന് പറയുന്നത് നോമിനൽ അക്കൗണ്ട് ആണ്. ഓപ്ഷൻ സി, നോമിനൽ അക്കൗണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്പെൻസസ് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബട്ട് ഡിസലൗഡ് വൈൽ കമ്പ്യൂട്ടിംഗ് ഇൻകം ഫ്രം ബിസിനസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യുകയും ബിസിനസ് ഇൻകത്തിൽ ഡിസലൗഡ്, അതായത് ബിസിനസ് ഇൻകത്തിൽ കാണിക്കാത്തതുമായ എക്സ്പെൻസുകൾ ഏതൊക്കെയാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഇങ്ങനെയാണ് ABC ഓൺലി, BCD ഓൺലി എന്നതാണ് ഓപ്ഷൻസ്. ഈ 4 ഓപ്ഷൻ ആദ്യം നോക്കാം. ജനറൽ എക്സ്പെൻസ്. ജനറൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്തൊക്കെ വരും? ഇപ്പോൾ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. ജനറൽ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമുക്കത് എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ കാണിക്കണം, അല്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്നുണ്ട്, ഡെബിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെയോ, അതായത് ജനറൽ എക്സ്പെൻസ് ഇപ്പോൾ 10,000-ന് മുകളിലാണെങ്കിൽ അത് ഡിസലൗഡ് ആണ്, അല്ലെങ്കിൽ അത് അലൗഡ് ആണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്നുണ്ട് എന്ന പോയിന്റ് കറക്റ്റ് ആണ്, മറ്റേ പോയിന്റ് കറക്റ്റ് ആവില്ല. അതായത് ജനറൽ എക്സ്പെൻസ് ഈസ് ഡിസലൗഡ് ഓൺലി ഇഫ് ദ എമൗണ്ട് എക്സീഡ്സ് ₹10,000 ഇൻ കേസ് ഓഫ് ബിസിനസ് ഇൻകം. ഓക്കെ. ദെൻ പേഴ്സണൽ എക്സ്പെൻസോ? പേഴ്സണൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് ബിസിനസ് ഇൻകത്തിലില്ല, അല്ലേ? പിന്നെ P&L നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നില്ല, അത് നമ്മൾ ഡ്രോയിങ്സ് എന്ന ഇതിലാണ് കാണിക്കുന്നത്. അപ്പോൾ അതും വരില്ല. മൂന്നാമത്തത്, എക്സ്പെൻസ് ഓഫ് ഇൻകം വിച്ച് ഈസ് ടാക്സബിൾ അണ്ടർ ദ അതർ ഹെഡ്സ് ഓഫ് ഇൻകം. അതർ ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ ടാക്സബിൾ ആയിട്ടുള്ള എക്സ്പെൻസുകൾ അതെവിടെ കാണിക്കണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയും പിന്നെ ബിസിനസ്സിൽ ഡിസലൗഡും ആയിരിക്കും. അപ്പോൾ ഇത് 2 എണ്ണത്തിലും ഓക്കെയാണ്.
ഇനി ചാരിറ്റി ആൻഡ് ഡൊണേഷൻ. ചാരിറ്റി ആൻഡ് ഡൊണേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ബിസിനസ്സിൽ എന്താണ്, ഡിസലൗഡ് ആണ് അല്ലേ. നോൺ ബിസിനസ് എക്സ്പെൻസ് ആണ് ചാരിറ്റി ആൻഡ് ഡൊണേഷൻ എന്ന് പറയുന്നത്. പിന്നെ അത് P&L എന്ത് ചെയ്യുന്നുണ്ട്, ഡെബിറ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ വരുമ്പോൾ ഓപ്ഷൻ സി ആൻഡ് ഡി ഓൺലി. സി ആൻഡ് ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അതായത് എക്സ്പെൻസസ് ഡെബിറ്റഡ് ടു P&L അക്കൗണ്ട് ബട്ട് ഡിസലൗഡ് വൈൽ കമ്പ്യൂട്ടിംഗ് ഇൻകം ഫ്രം ബിസിനസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അക്കൗണ്ടിംഗ് കൺവെൻഷൻ. അക്കൗണ്ടിംഗ് കൺവെൻഷൻ അല്ലാത്തത് ഏതാണ്? നേരിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് അക്കൗണ്ടിംഗ് കൺവെൻഷൻ അല്ലാത്തത്? കൺവെൻഷൻ ഓഫ് അക്രൂവൽ അക്കൗണ്ടിംഗ് ആണ്. ഫുൾ ഡിസ്ക്ലോഷർ, കൺസർവേറ്റീവ്സ് ആൻഡ് കൺസിസ്റ്റൻസി ഒക്കെ അക്കൗണ്ടിംഗ് കൺവെൻഷൻ ആണ്. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഇന്ത്യ AS ഒക്കെ നമ്മൾ ഒരൊറ്റ ക്ലാസ് ആയിട്ട് ഫുള്ള് ഒരു റിവിഷൻ എന്ന മോഡലിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇവിടെ മാച്ച് ദ ഫോളോയിങ് കൊടുത്തിരിക്കുന്നത്. ഇത് പ്രതീക്ഷിക്കണം, ഇങ്ങനത്തെ മാച്ച് ദ ഫോളോയിങ് വരാൻ സാധ്യതയുണ്ട്, 100% സാധ്യതയുണ്ട്. ആ രീതിയിൽ തന്നെ AS ഒക്കെ എന്തെങ്കിലും കണക്ഷൻ വെച്ചിട്ട് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. നമുക്ക് നോക്കാം. ആദ്യം ഏതൊക്കെയാണ്? ലിസ്റ്റ് ബി കൊടുത്തേക്കുന്നത് പ്രൊവിഷൻ, കണ്ടിജന്റ് ലയബിലിറ്റി ആൻഡ് കണ്ടിജന്റ് അസറ്റ്സ്, ദെൻ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, പ്രസന്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഇൻ ഹൈപ്പർ ഇൻഫ്ലേഷണറി ഇക്കണോമിക്സ്. ഏതാണ് കറക്റ്റായിട്ട് വരുന്നത്? ഏതാണ് വരുന്നത്? ആദ്യത്തേത് ഇൻഡ് AS 1. ഇൻഡ് AS 1 എന്ന് പറയുന്നത് പ്രസന്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. ഇൻഡ് AS 1 പ്രസന്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ദെൻ ഇൻഡ് AS 29 വരുന്നത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഇൻ ഹൈപ്പർ ഇൻഫ്ലേഷണറി ഇക്കണോമിക്സ്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഇൻ ഹൈപ്പർ ഇൻഫ്ലേഷണറി ഇക്കണോമിക്സ്. അടുത്തത് ഇൻഡ് AS 37 എന്ന് പറയുന്നത് പ്രൊവിഷൻ, കണ്ടിജന്റ് ലയബിലിറ്റി ആൻഡ് കണ്ടിജന്റ് അസറ്റ്സ് ആണ്. ദെൻ ഇൻഡ് AS 110 എന്ന് പറയുന്നത് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. അടുത്തത് ദ സോഴ്സസ് ഓഫ് ദ ഇന്ത്യൻ GAAP ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ ഇൻക്ലൂഡ്. ഏതൊക്കെ സോഴ്സസ് ആണ് ഇന്ത്യൻ GAAP ഇൻക്ലൂഡ് ആയിട്ടുള്ളത്? Indian Companies Act 2013, notification issued by Ministry of Finance, Accounting Standard, ICAI's pronouncement. ഇതിൽ ഏതൊക്കെയാണ് ഇന്ത്യൻ GAAP സോഴ്സസ്? ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി, ACD. അതായത് ഏതൊക്കെ വരുന്നു നോക്കിയേ. ഇന്ത്യൻ കമ്പനീസ് ആക്ട് വരുന്നുണ്ട്, പിന്നെ ബി ഇല്ല, നോട്ടിഫിക്കേഷൻ ഇഷ്യൂഡ് ബൈ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് വരുന്നില്ല, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡും ICAI പ്രൊനൗൺസ്മെന്റ്സും വരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഹാവ് നോ എഗ്രിമെന്റ് ഇൻ ടേംസ് ഓഫ് ദ ഡ്യൂറേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്? ഡ്യൂറേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആ റിലേറ്റ് ചെയ്ത് എഗ്രിമെന്റ് ഒന്നും ഇല്ലാത്തത് ഏത് പാർട്ട്ണർഷിപ്പിനാണ്? പാർട്ട്ണർഷിപ്പ് അറ്റ് വില്ലാണ് അല്ലേ. പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ. അടുത്തത്, when a registered partnership firm is dissolved, which of the following best describe its effect? ഒരു രജിസ്റ്റേർഡ് പാർട്ട്ണർഷിപ്പ് ഡിസോൾവ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഇഫക്റ്റ് എന്തായിരിക്കും? All the partners shall be relieved from the obligation of the debt of the firm. Partners cannot start any other business within 1 year of dissolution. 1 or 2 old partners can continue the business of the firm with a new one. Partners will not have the right to take personal loan from banks. ഇതിൽ ഏതാണ് ഇഫക്റ്റ് ആയിട്ട് വരുന്നത്? ഒരു രജിസ്റ്റേർഡ് പാർട്ട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ആയിക്കഴിഞ്ഞാൽ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത്? ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ്. പാർട്ട്നേഴ്സ് കനോട്ട് സ്റ്റാർട്ട് എനി അതർ ബിസിനസ് വിത്തിൻ 1 year ഓഫ് ഡിസൊല്യൂഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ? ഏത് സ്റ്റേറ്റ്മെന്റ്? 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ട്രൂ ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ബി ആണ്. സെക്ഷൻ 211 സ്റ്റേറ്റ്സ് ദ മെയിൻ കമ്പോണൻസ് ഓഫ് മെയിൻറ്റെയിനിങ് ഫൈനൽ അക്കൗണ്ട്. മെയിൻറ്റെയിനിങ് ഫൈനൽ അക്കൗണ്ട് മെയിൻ കമ്പോണൻസ് ആണ് സെക്ഷൻ 211 കാണിക്കുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ, അതായത് നമ്മുടെ അക്കൗണ്ടിംഗ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മോഡേൺ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഈസ് ബേസ്ഡ്
on the concept of database which is implemented using option B, database management system. Modern computerized accounting system is based on the concept of database which is implemented using database management system. Okay. ഇനി നമ്മൾ FMI റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പഠിക്കാൻ പോകുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫാക്ടേഴ്സ് അഫക്റ്റ് ഫിനാൻഷ്യൽ ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? കോസ്റ്റ്, റിസ്ക്, ക്യാഷ് ഫ്ലോ പൊസിഷൻ, ഓൾ ഓഫ് ദി അബോവ്. ഇത് വരും ഫിനാൻഷ്യൽ ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഇതെല്ലാം അഫക്റ്റ് ചെയ്യും അല്ലേ? ഓപ്ഷൻ ഡി. ദ മെയിൻ എയിം ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ മെയിൻ എയിം എന്താണ്? ഓപ്ഷൻ എ ആണ്. മാക്സിമൈസ് ഓണേഴ്സ് റിട്ടേൺ ആൻഡ് മിനിമൈസ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. മാക്സിമൈസ് ഓണേഴ്സ് റിട്ടേൺ ആൻഡ് മിനിമൈസ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ എയിം എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദീസ് ഓപ്ഷൻ അപ്പാർട്ട് ഫ്രം ക്യാഷ് ആർ ഇൻസ്ട്രുമെന്റ് ടു ഡിസ്ട്രിബ്യൂട്ട് പ്രോഫിറ്റ് ടു ഷെയർ ഹോൾഡേഴ്സ്? നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് പ്രോഫിറ്റ് കൊടുക്കുമല്ലോ, അതിപ്പോൾ ക്യാഷ് അല്ലാതെ വേറെ എന്തൊക്കെ രീതിയിൽ, വേറെ ഏത് ഇൻസ്ട്രുമെൻറ്റിൽ നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന് പ്രോഫിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും? സ്റ്റോക്ക് പർച്ചേസ്, ബോണസ് ഷെയർ, സ്റ്റോക്ക് സ്പ്ലിറ്റ്, ഓൾ ഓഫ് ദി അബോവ്. ഏതിനാണ്? എല്ലാത്തിലും പറ്റും അല്ലേ? ഓൾ ഓഫ് ദി അബോവ് ആണ് ആൻസർ വരുന്നത്. അടുത്തത്, മോഡൽ ആർഗ്യൂസ് ദാറ്റ് ഡിവിഡൻഡ് ഈസ് ഇർറെലവൻറ്റ് ആസ്. മോഡൽ ആർഗ്യൂസ് ദാറ്റ് ഡിവിഡൻഡ് ഈസ് ഇർറെലവൻറ്റ് ആസ് the value of the firm depends upon earning power. The value of the firm depends upon the earning power എന്നാണ് പറയുന്നത്. അടുത്തത്, റെസിജ്വൽ തിയറി ആർഗ്യൂസ് ദാറ്റ് ഡിവിഡൻഡ് ഈസ് എ. റെസിജ്വൽ തിയറി എന്താണ് ആർഗ്യൂ ചെയ്യുന്നത്? ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഒരു പാസീവ് ഡിസിഷൻ ആണ് എന്നാണ് റെസിജ്വൽ തിയറി പറയുന്നത്. റെസിജ്വൽ തിയറി ആർഗ്യൂസ് ദാറ്റ് ഡിവിഡൻഡ് ഈസ് എ പാസീവ് ഡിസിഷൻ. Gordon's model of dividend relevance is same as constant growth model of equity valuation. Gordon's model of dividend relevance is same as constant growth model of equity valuation. അടുത്ത ക്വസ്റ്റ്യൻ, വാൾട്ടർ മോഡൽ സജസ്റ്റ് ദാറ്റ് എ ഫേം ക്യാൻ ഓൾവേസ് ഇൻക്രീസ്, ദാറ്റ് ഈസ് ഓഫ് ദ ഷെയർ ബൈ. എങ്ങനെയാണ് ഫേമിന് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നത്? വാൾട്ടർ മോഡൽ എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്? വാൾട്ടർ മോഡൽ സജസ്റ്റ് ദാറ്റ് എ ഫേം ക്യാൻ ഓൾവേസ് ഇൻക്രീസ്, ദാറ്റ് ഈസ് ഓഫ് ദ ഷെയർ ബൈ ഇൻക്രീസിങ് ഡിവിഡൻഡ്, ഡിക്രീസിങ് ഡിവിഡൻഡ്, കോൺസ്റ്റന്റ് ഡിവിഡൻഡ്, നൺ ഓഫ് ദി എബോവ് ആണ് ആൻസർ വരുന്നത്. നൺ ഓഫ് ദി എബോവ്. ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെന്റ്സ്, അതായത് അസേർഷനും റീസണുമാണ് തന്നിരിക്കുന്നത്. നമുക്ക് അസേർഷൻ നോക്കാം. The focus of calculation of working capital revolves around managing the operating cycle of the business. ഇനി റീസൺ എന്താണ്? It is because the concept of operating cycle is required to ascertain the liquidity of asset and urgency of payment to liabilities. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ്? രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇതിൽ കറക്റ്റ് ആയത് ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഏതാണ് കറക്റ്റ്? നമുക്കറിയാം, വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ വേറെ പേരാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത് അല്ലേ? ദ ഫോക്കസ് ഓഫ് കാൽക്കുലേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിവോൾവ്സ് അറൗണ്ട് മാനേജിങ് ദി ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഓഫ് ബിസിനസ് എന്നത് കറക്റ്റാണ്. ദെൻ റീസൺ ആയിട്ട് കൊടുത്തിരിക്കുന്നതോ, ഇറ്റ് ഈസ് ബിക്കോസ് ദ കൺസെപ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഈസ് റിക്വയർഡ് ടു അസർട്ടൈൻ ദ ലിക്വിഡിറ്റി ഓഫ് അസറ്റ്സ് ആൻഡ് അർജൻസി ഓഫ് പേയ്മെൻറ്റ് ടു ലയബിലിറ്റി. ഇതും കറക്റ്റാണ്. ഇനി നമുക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ആണോ അല്ലെങ്കിൽ ഇതിൻ്റെ റീസൺ ആണോ എന്നുള്ളതാണ് നോക്കേണ്ടത് അല്ലേ? റീസൺ അല്ലേ? അതെ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ ബി വരും. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അടുത്ത ക്വസ്റ്റ്യൻ, ABC inventory control focus on those. ABC inventory control focus on those items which consume more money. ABC inventory control focus on those items which consume more money. അടുത്തതൊരു ചെറിയ പ്രോബ്ലം ആണ്. An item can be purchased for ₹100. The ordering cost is ₹200. Inventory carrying cost is 10% of the item cost per annum. If the annual demand is 4,000, what is economic ordering quantity? EOQ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ? എങ്ങനെയാണ് EOQ കണ്ടുപിടിക്കുന്നത്? EOQ ആണ് കാണാൻ പറഞ്ഞ് ശ്രദ്ധിച്ചിരിക്കുക. അതായത് നമുക്കറിയാം
EOQൻ്റെ ഇക്വേഷൻ √2AO ഡിവൈഡഡ് ബൈ സി ആണ് അല്ലേ? ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. √2AO ഡിവൈഡഡ് ബൈ സി ആണ്. അപ്പോൾ 2 ഇൻറ്റു എ എന്ന് പറയുന്നത് 4000 ഇൻറ്റു ഒ എന്താണ്? ഓർഡറിംഗ് കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് 200 എന്ന് തന്നിട്ടുണ്ട്. 200 ഡിവൈഡഡ് ബൈ ക്യാരിയിങ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ സി അല്ലേ? ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് 10% 10% ഓഫ് എന്തിൻ്റെ? ഐറ്റം കോസ്റ്റ് പെർ ആനം. അപ്പോൾ 100ൻ്റെ 10% എത്ര വരും? 10 വരും. അപ്പം √2 ഇൻറ്റു 4000 ഇൻറ്റു 200 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 400 എന്ന് കിട്ടും. അതാണ് EOQ. ഓക്കെ, അപ്പോൾ FMI റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. ഇനി കുറച്ച് മാനേജീരിയൽ ഇക്കണോമിക്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഒന്നാമത്തത് വയലേഷൻ ഓഫ് ലോ ഓഫ് ഡിമാൻഡ് ഒക്കൂഴ്സ് വെൻ. എപ്പോഴാണ് ലോ ഓഫ് ഡിമാൻഡ് വയലേറ്റ് ചെയ്യുന്നത്? വയലേഷൻ ഓഫ് ലോ ഓഫ് ഡിമാൻഡ് ഒക്കൂഴ്സ് വെൻ. ഓപ്ഷൻ എ ആണ്, നെഗറ്റീവ് ഇൻകം ഇഫക്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. നെഗറ്റീവ് ഇൻകം ഇഫക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിനേക്കാളും ഗ്രേറ്റർ ആവുമ്പോഴാണ് വയലേഷൻ ഓഫ് ലോ ഓഫ് ഡിമാൻഡ് ഉണ്ടാവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഗുഡ്സ് ഫോർ വിച്ച് ഡിമാൻഡ് ഗോസ് ഡൗൺ വെൻ ഇൻകം ഗോസ് അപ്പ്. ഡിമാൻഡ് താഴെ പോകുമ്പോൾ. ഗുഡ്സ് ഫോർ വിച്ച് ഡിമാൻഡ് ഗോസ് ഡൗൺ വെൻ ഇൻകം ഗോസ് അപ്പ്. അതായത് ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്ന ഗുഡ്സ് ഏത് ഗുഡ്സ് ആണ്? ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്ന ഗുഡ്സ് ആണ് ഇൻഫീരിയർ ഗുഡ്സ്. നേരിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഇൻകം കൂടുമ്പോൾ നമ്മളുടെ ഡിമാൻഡ് കുറയുന്ന ഗുഡ്സ് ആണ് ഇൻഫീരിയർ ഗുഡ്സ്. Then what are the assumptions of law of demand? Law of demandന്റെ അസംഷൻസ് ഏതാണ്? ഇൻകം റിമെയിൻസ് അൺചേഞ്ച്ഡ്. ഓപ്ഷൻ എ ആണ്. ബാക്കിയൊക്കെ നോക്കിയാൽ ലോ ഓഫ് ഡിമാൻഡിൽ പ്രൈസ് അല്ലാതെ ബാക്കി എല്ലാ കോൺസ്റ്റൻ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ എല്ലാത്തിനും ചേഞ്ച് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുള്ളൂ. The term price elasticity of demand refers to the ability of a market to respond to changes in its എന്താണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ പറയുന്നത്? ഇൻ ഇറ്റ്സ് the percentage change in the amount demanded of a product divided by percentage change in quantity required of a good, a change in the cost of the item. നോടി നോക്കാം. The term price elasticity of demand refers to the ability of a market to respond to the changes in its the percentage change in the amount demanded of a product divided by percentage change in quantity. 25. Which of the following areas of economic theory is the single most important element of managerial economy? Single most important element of managerial economy ഏത് വരും? ഓപ്ഷൻ ഡി മൈക്രോ ഇക്കണോമിക്സ് ആണ്. Then under dash price is determined by the interaction of total demand and total supply in the market. ഏതിലാണ് ടോട്ടൽ ഡിമാൻഡും ടോട്ടൽ സപ്ലൈയുടെ ഇൻ്ററാക്ഷൻ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഏതിലാണ്? പെർഫെക്റ്റ് കോമ്പറ്റീഷനിലാണ്. In perfect competition, price is determined by the interaction of total demand and total supply in the market. 27. The out of pocket cost are, out of pocket cost എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റ് ആണ്. The out of pocket cost are marginal cost. ഇനി അടുത്തൊരു മാച്ച് ദ ഫോളോയിങ് ആണ് വന്നിരിക്കുന്നത്. ആദ്യം പ്രൈസിംഗ് സ്ട്രാറ്റജി, പിന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിലിവിടെ ABCD എന്ന് പറഞ്ഞ് ഇവിടെ ഉണ്ട് കേട്ടോ. പ്രൈസിംഗ് സ്ട്രാറ്റജി നമുക്ക് ആദ്യം ഏതൊക്കെയാണ്? ലെഫ്റ്റ് സൈഡ് നോക്കാം. ലിസ്റ്റ് 1 റാംസെ പ്രൈസിംഗ്, പിന്നെയോ പ്രൈസ് സ്കിമ്മിങ്, കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ്, പെനട്രേഷൻ പ്രൈസിംഗ്. ഇങ്ങനെ 4 എണ്ണമാണ് തന്നിരിക്കുന്നത്. സ്കിമ്മിങ്ങും പെനട്രേഷനും തന്നെ മിക്കവർക്കും അറിയായിരിക്കും അല്ലേ? എന്താണ്? ഇനി ഇവിടെ ഓപ്ഷൻസ് 4 എണ്ണം തന്നിട്ടുണ്ട്. ഇവിടെ ABCD ഉണ്ടെന്ന് വിചാരിക്കാം കേട്ടോ. അങ്ങനെ ഉണ്ടേ.
പ്രൈസ് സ്കിമ്മിങ് എന്ന് വെച്ചാൽ എന്താണ്? ആദ്യമേ തന്നെ ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഹൈ പ്രൈസ് സെറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രൈസ് സ്കിമ്മിങ് എന്ന് പറയുന്നത് അല്ലേ. പിന്നെ പെനട്രേഷൻ എന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റ്. ആദ്യം തന്നെ എന്തായിരിക്കും? ഏറ്റവും താഴ്ന്ന രീതിയിലുള്ള പ്രൈസ്, ലോ പ്രൈസ് ആയിരിക്കും ആദ്യം സെറ്റ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ പെനട്രേഷൻ പ്രൈസിങ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ഏതാണ്? റാംസേ പ്രൈസിങ്. ഇതാണ് റാംസേ പ്രൈസിങ് എന്ന് വെച്ചാൽ ഇതാണ്. Price deviation from marginal cost should be inversely proportional to price elasticity of product. Price deviation from marginal cost should be inversely proportional to price elasticity of product. അതാണ് റാംസേ പ്രൈസിംഗിൽ വരുന്നത്. പിന്നെ കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് എന്ന് വെച്ചാൽ full cost pricing strategy that also include markup for target return, degree of competition, price elasticity and availability of substitute. കോസ്റ്റും അതിൻ്റെ കൂടെയുള്ള ഒരു പ്രൈസിങ്ങും അതാണ് കോസ്റ്റ് പ്ലസ്സിൽ വരുന്നത്. പിന്നെ പ്രൈസ് സ്കിമ്മിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ പറഞ്ഞു ഹൈ പ്രൈസ് സെറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ സെറ്റിംഗ് എ ഹൈ പ്രൈസ് വെൻ എ പ്രോഡക്റ്റ് ഈസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് ഗ്രാജുവലി ലോവറിംഗ് പ്രൈസ് ആസ് ഇറ്റ് ഗെയിൻ സ്കെയിൽ. ദെൻ പെനട്രേഷൻ പ്രൈസിംഗ് എന്ന് വെച്ചാൽ firm charges lower price than the ongoing price to gain market entry. ഇതാണ് പെനട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം, ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, ബിസിനസ് സൈക്കിൾസ് അപ്പിയർ ഡ്യൂ ടു പ്രസന്റ് ഫ്ലക്ച്വേഷൻസ് ഇൻ പ്രൈസസ് എഫക്റ്റിംഗ് ദ ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ് ഇൻ ഫ്യൂച്ചർ ഈസ്. Business cycle appear due to present fluctuations in prices affecting the output and employment in future is cobweb theory. എന്താണ് cobweb theory by നിക്കോളാസ് കാൾഡർ. cobweb തിയറിയിലാണ് ഇങ്ങനെ പറയുന്നത്. ബിസിനസ് സൈക്കിൾ അപ്പിയർ ഡ്യൂ ടു പ്രസന്റ് ഫ്ലക്ച്വേഷൻസ് ഇൻ പ്രൈസ് അഫക്റ്റിംഗ് ദ ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ് ഇൻ ഫ്യൂച്ചർ. മാനേജീരിയൽ ഇക്കണോമിക്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A variable that occurs simultaneously with the business cycle movement is dash indicator. ഏത് ഇൻഡിക്കേറ്റർ ആണ്? കോഇൻസിഡന്റ് എന്ന് പറയും. A variable that occur simultaneously with the business cycle movement. ബിസിനസ് സൈക്കിൾ മൂവ്മെന്റിന് അനുസരിച്ച് തന്നെ സൈമുൾട്ടേനിയസ്ലി ഒക്കർ ചെയ്യുന്നതിന് നമ്മൾ കോഇൻസിഡന്റ് ഇൻഡിക്കേറ്റർ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് കോസ്റ്റ് അക്കൗണ്ടിങ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ ഒരു ചെറിയ പ്രോബ്ലം ആണ്. എന്താണ്? XYZ Limited has applied you the following information in respect of one of its products. Total fixed cost എത്രയാണ്? Total fixed cost 18,000, variable cost 30,000, then total sales 60,000, units sold 20,000. ഇത്രയും തന്നിട്ടുണ്ട്. നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് വോളിയം ഓഫ് സെയിൽസ് ആണ്. Calculate the volume of sales to earn a profit of rupees 24,000. ഇതുപോലത്തെ പ്രോബ്ലം വരാറുണ്ട്. 24,000 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര സെയിൽസ് നടത്തണം എന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് എന്തൊക്കെ ചെയ്യണം? ഇതിൽ ടോട്ടൽ സെയിൽസ് നമുക്കറിയാം 60,000 ഉണ്ട്. പിന്നെ വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ സെയിൽസും വേരിയബിൾ കോസ്റ്റും ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാം അല്ലേ. 60,000 മൈനസ് 30,000 കോൺട്രിബ്യൂഷൻ ഈക്വൽ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. അപ്പോൾ 60,000 മൈനസ് 30,000 ചെയ്യുമ്പോൾ കോൺട്രിബ്യൂഷൻ നമുക്ക് എത്ര കിട്ടി? 30,000 എന്ന് ലഭിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കണ്ടുപിടിക്കുക. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ യൂണിറ്റ് സോൾഡ് ചെയ്താൽ മതി. അപ്പോൾ 30,000 ഡിവൈഡഡ് ബൈ 20,000 എത്ര കിട്ടും? 1.5 എന്ന് ലഭിക്കും. 1.5. അപ്പോൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് നേരെ സെയിൽസ് കാണാം. സെയിൽസിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? സെയിൽസ് ഈക്വൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്, അതായത് ഡിസയേർഡ് പ്രോഫിറ്റ് എത്രയാണ്? 24,000. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. എന്നൂടെ പറയാം. സെയിൽസ് ഈക്വൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് എക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ ഡിസയേർഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. ഫിക്സഡ് കോസ്റ്റ് 18,000 തന്നിട്ടുണ്ട്. അപ്പം 18,000 പ്ലസ് എത്രയാണ് എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ്? 24,000 ആണ്. അപ്പോൾ 18,000 പ്ലസ് 24,000 ഡിവൈഡഡ് ബൈ 1/5. 1/5 എന്ന് പറയുന്നത് 1.5. 1.5 എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ആൻസർ 28,000 യൂണിറ്റ്സ് എന്ന് കിട്ടും. ഇത് ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തത്,
വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഇതിൽ കറക്റ്റ് ആയ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈക്വൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. The type of process loss that should not be allowed to affect the cost of good unit. ഏത് ടൈപ്പ് പ്രോസസ് ലോസ് ആണ് എന്നതാണ് ക്വസ്റ്റ്യൻ. The type of process loss that should not be allowed to affect the cost of good units ഏതാണ്? ഓപ്ഷൻ ബി അബ്നോർമൽ ലോസ് ആണ്. അബ്നോർമൽ ലോസ്. 34 dash is a cost that has already been incurred and that cannot be changed any decision made now or in the future. ഏത് കോസ്റ്റ് ആണ്? നമ്മൾ ഇർറിക്കവറബിൾ കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കാറുണ്ട്. ഏതാണ്? കോസ്റ്റ് ദാറ്റ് ഹാസ് already been incurred and that cannot be changed any decision made now or in the future. ഓപ്ഷൻ സി സങ്ക് കോസ്റ്റ് ആണ് ആൻസർ. അടുത്തത് 35 പി വി റേഷ്യോ കണ്ടുപിടിക്കാനാണ്. കോൺട്രിബ്യൂഷൻ തന്നിട്ടുണ്ട് 40,000, സെയിൽസ് തന്നിട്ടുണ്ട് 2 lakh. എങ്ങനെയാണ് പി വി റേഷ്യോ കണ്ടുപിടിക്കുക? ഇതെല്ലാവരും ചെയ്തു നോക്കട്ടെ. ആൻസർ കിട്ടുന്നത് ഏതാണ്? 20% ആണ് കിട്ടുന്നത്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, ചെയ്തു നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഓപ്പണിംഗ് ഇൻവെൻട്രി 3,500, ക്ലോസിംഗ് ഇൻവെൻട്രി 1,500, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 22,000. അങ്ങനെയാണെങ്കിൽ എമൗണ്ട് ഓഫ് പർച്ചേസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെ കണ്ടുപിടിക്കാം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈക്വൽ ഓപ്പണിംഗ് ഇൻവെൻറ്ററി പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് ഇൻവെൻറ്ററി ആണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് 22,000 തന്നിട്ടുണ്ട്. അപ്പോൾ 22,000 ഈക്വൽ 3,500 പ്ലസ് പർച്ചേസ് മൈനസ് 1,500. അപ്പോൾ പർച്ചേസ് നമുക്ക് 22,000 മൈനസ് 2,000 20,000 എന്ന് ലഭിക്കും. ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എങ്ങനെയാണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈക്വൽ ഓപ്പണിംഗ് ഇൻവെൻറ്ററി പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് ഇൻവെൻറ്ററി. ആ ഇക്വേഷൻ എഴുതി വയ്ക്കുക. എന്നിട്ട് ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 22,000 തന്നിട്ടുണ്ട്. അത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് നേരെ പർച്ചേസ് കാണാൻ വേണ്ടി സാധിക്കും. 37 വിച്ച് ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് ഡു ടോയ് മേക്കിംഗ് കമ്പനീസ് യൂസ് ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡ് ഏതാണ്? ഏതാണ്? ബാച്ച് കോസ്റ്റിംഗ് ആണ് അല്ലേ? ബാച്ച് കോസ്റ്റിംഗ്. അടുത്തത്, അണ്ടർ ദ ഹാൽസി വേജ് പ്ലാൻ എ വർക്കർ ഈസ് പെയ്ഡ്. അണ്ടർ ഹാൽസി വേജ് പ്ലാനിൽ വർക്കറിന് എങ്ങനെയാണ് പേ ചെയ്യുന്നത്? നോർമൽ വേജസ് പ്ലസ് ബോണസ് ആണ്. നോർമൽ വേജസ് പ്ലസ് ബോണസ്. 39 ഇവിടെ ടോട്ടൽ വേജസ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നോക്കിയേ. ഗിവൺ ദാറ്റ് ഫോർ എ ജോബ് സ്റ്റാൻഡേർഡ് ടൈം 8 hours, ആക്ച്വൽ ടൈം ടേക്കൺ 6 hours, ടൈം റേറ്റ് ₹2 per hour. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? സ്റ്റാൻഡേർഡ് ടൈം, ആക്ച്വൽ ടൈം ടേക്കൺ, ടൈം റേറ്റും തന്നിട്ടുണ്ട്. നമ്മളോട് ടോട്ടൽ വേജസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ കാണാം? ടോട്ടൽ വേജസ് കാണാനുള്ള ഇക്വേഷൻ ഹാൽസി പ്രീമിയർ പ്ലാനിൻ്റെ ഇക്വേഷൻ ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ് പ്ലസ് 50/100 ഇൻറ്റു ടൈം സ്റ്റാൻഡേർഡ് ടൈം ഇൻറ്റു റേറ്റ് ആണ് അല്ലേ? സോറി, ടൈം സേവ്ഡ് ഇൻറ്റു റേറ്റ് ആണ്. ഒന്നുകൂടി പറയാം. ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ് പ്ലസ് 50/100 ഇൻറ്റു ടൈം സേവ്ഡ് ഇൻറ്റു റേറ്റ്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ചെയ്ത് നോക്കിയാൽ മതി. ടൈം ടേക്കൺ എന്ന് പറയുന്നത് 8 മൈനസ് എത്രയാ ടൈം ടേക്കൺ? അല്ല, ആക്ച്വൽ ടൈം ടേക്കൺ നമുക്ക് നേരിട്ട് തന്നിട്ടുണ്ട്, 6 എന്ന് തന്നിട്ടുണ്ട്. അപ്പം 6 × 2 പ്ലസ് 50/100 ഇൻറ്റു 2 × 2 ആൻസർ 14 എന്ന് ലഭിക്കും. ചെയ്ത് നോക്കുക കേട്ടോ. ഒന്നുകൂടി ഇക്വേഷൻ പറഞ്ഞു തരാം. ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ് പ്ലസ് 50/100 ഇൻറ്റു ടൈം സേവ്ഡ് ഇൻറ്റു റേറ്റ്. ഇനി 40ാമത്തെ ക്വസ്റ്റ്യൻ. Which of the following methods of wage payment is most suitable where quality and accuracy of work is of primary importance? ഏത് തരം വേജ് പേയ്മെൻറ്റ് മെത്തേഡാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? എങ്ങനെയാണെങ്കിൽ ക്വാളിറ്റിയും അക്യുറസി വർക്കിൻ്റെ കറക്റ്റ്നെസ് ഒക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ ഏത് തരം വേജ് പേയ്മെൻറ്റ് മെത്തേഡാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? ഏതാണ്? ഡിഫറൻഷ്യൽ പീസ് വർക്ക് സിസ്റ്റം ആണ്. ഓപ്ഷൻ സി ഡിഫറൻഷ്യൽ പീസ് വർക്ക് സിസ്റ്റം.
മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ മാനേജ്മെൻറ്റിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തേത് FW ടൈലർ, ഫെഡറിക് വിൻസ്ലോ ടൈലേഴ്സ് മെക്കാനിസം ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഇൻക്ലൂഡ്സ്. FW ടൈലറിൻ്റെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? സയൻറ്റിഫിക് ടാസ്ക് സെറ്റിംഗ്, പ്ലാനിങ് ദ ടാസ്ക്, സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്, ഓൾ ഓഫ് ദി എബോവ്. ഇത് വരും, ഓൾ ഓഫ് ദി എബോവ് വരും അല്ലേ? എല്ലാം ഉണ്ട്. അടുത്തത് ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ തിയറി ഓഫ് മാനേജ്മെൻറ്റ്. ഫാദർ ഓഫ് മോഡേൺ തിയറി ഓഫ് മാനേജ്മെൻറ്റ് ഹെൻറി ഫയോൾ ആണ്. ഓപ്ഷൻ ബി ഹെൻറി ഫയോൾ. ദെൻ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് നമ്മളെപ്പോഴും പഠിച്ചേക്കുന്നതാണ് MBO, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. ആരാ ഡെവലപ്പ് ചെയ്തത്? ഓപ്ഷൻ എ പീറ്റർ എഫ് ഡ്രക്കർ ആണ്. മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് കൺസെപ്റ്റ് വാസ് ഡെവലപ്ഡ് ബൈ പീറ്റർ എഫ് ഡ്രക്കർ. 44 ഡാഷ് ഈസ് നോൺ ആസ് ദ ഫൗണ്ടർ ഓഫ് ഹ്യൂമൻ റിലേഷൻ സ്കൂൾ. ഹ്യൂമൻ റിലേഷൻ സ്കൂളിൻ്റെ ഫൗണ്ടർ ആരാണ്? ഡാഷ് ഈസ് നോൺ ആസ് ദ ഫൗണ്ടർ ഓഫ് ഹ്യൂമൻ റിലേഷൻ സ്കൂൾ. ആരാണ്? എൽട്ടൺ മായോ. ഇത് നമ്മൾ പഠിച്ചതാണ്, എൽട്ടൺ മായോ. വാട്ട് വാസ് റാൽഫ് ഡേവിസ് കോൺട്രിബ്യൂഷൻ ഇൻ ഓർഗനൈസേഷണൽ തിയറി. ഓർഗനൈസേഷണൽ തിയറിയിൽ റാൽഫ് ഡേവിസിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? എന്താണ് കോൺട്രിബ്യൂഷൻ? റാഷണൽ പ്ലാനിംഗ് ആണ് കേട്ടോ. ഓപ്ഷൻ സി റാഷണൽ പ്ലാനിംഗ്. റാൽഫ് ഡേവിസിൻ്റെ കോൺട്രിബ്യൂഷൻ റാഷണൽ പ്ലാനിംഗ്. ദെൻ ദ ബുക്ക് ദ സോഷ്യൽ സൈക്കോളജി ഓഫ് ഓർഗനൈസേഷൻ ബിലോങ്സ് ടു വിച്ച് തിയറിസ്റ്റ്. ആരുടെ ബുക്കാണ്? ദ സോഷ്യൽ സൈക്കോളജി ഓഫ് ഓർഗനൈസേഷൻ. ദ സോഷ്യൽ സൈക്കോളജി ഓഫ് ഓർഗനൈസേഷൻ ആരുടേതാണ്? ഡാനിയൽ കാൻസ് ആൻഡ് റോബർട്ട് കാൻ. ഡാനിയലിൻ്റെയും റോബർട്ടിൻ്റെയുമാണ് സോഷ്യൽ സൈക്കോളജി ഓഫ് ഓർഗനൈസേഷൻ. 47 ഡാഷ് ഈസ് യൂസ് ദ ടേംസ് എംപ്ലോയി സെൻറ്റേർഡ് ആൻഡ് പ്രൊഡക്ഷൻ സെൻറ്റേർഡ് ടു ഡിസ്ക്രൈബ് ലീഡർ ബിഹേവിയർ. ലീഡർ ബിഹേവിയർ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി എംപ്ലോയി സെൻറ്റേർഡ് എന്നും പ്രൊഡക്ഷൻ സെൻറ്റേർഡ് എന്നും യൂസ് ചെയ്തത് ആരാണ്? ലിക്കേർട്ട് ആണ്. ഓപ്ഷൻ ഡി ലിക്കേർട്ട്. 48 മാനേജറിയൽ ഗ്രിഡ് മോഡൽ ഓഫ് ലീഡർഷിപ്പ് ഹാസ് കൺസേൺ ഫോർ. മാനേജീരിയൽ ഗ്രിഡ് മോഡൽ. മാനേജീരിയൽ ഗ്രിഡ് മോഡൽ ഡെവലപ്പ് ചെയ്തത് ആരാണ്? നമ്മൾ പഠിച്ചതായിരുന്നല്ലോ. ആരാണ്? ബ്ലെയ്ക്കും മൗട്ടണുമാണ് അല്ലേ? ഡെവലപ്പ് ചെയ്തത് ബ്ലെയ്ക്കും മൗട്ടണുമാണ്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ്? മാനേജീരിയൽ ഗ്രിഡ് മോഡൽ ഓഫ് ലീഡർഷിപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുന്നത്? പീപ്പിളും പ്രൊഡക്റ്റുമാണ്. ഓപ്ഷൻ ബി പീപ്പിൾ ആൻഡ് പ്രൊഡക്റ്റ്. 49 അക്കോർഡിംഗ് ടു മാസ്ലോ നീഡ് ഹയറാർക്കി തിയറി motivation, the lower level of human need emanates from. മാസ്ലോയുടെ നീഡ് ഹയറാർക്കി തിയറി അനുസരിച്ച് ഏറ്റവും ലോവർ ലെവൽ ഹ്യൂമൻ നീഡ്സിൻ്റെ ഏറ്റവും ലോവർ ലെവലിൽ ഏതൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? നീഡ് ഫോർ ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ, എയർ ആൻഡ് വാട്ടർ അല്ലേ? ഏറ്റവും താഴെ പറയുന്നത് നീഡ് ഫോർ ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ, എയർ ആൻഡ് വാട്ടർ. ദെൻ 50ാമത്തെ ക്വസ്റ്റ്യൻ. The long-term direction of the organization in which it want to proceed in the future is known as. The long-term direction of the organization in which it want to proceed in the future എന്ത് പറയും? സ്ട്രാറ്റജിക് പ്ലാനിങ്. ഓപ്ഷൻ എ സ്ട്രാറ്റജിക് പ്ലാനിങ്. അപ്പം 5 മൊഡ്യൂളായിട്ട് 50 ക്വസ്റ്റ്യൻസ് അല്ലേ? 10 ക്വസ്റ്റ്യൻസ് വീതം നമ്മളിപ്പോൾ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന രീതിയിൽ പറഞ്ഞു തന്നു. ഈ ക്വസ്റ്റ്യൻസൊക്കെ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? ലെവൽ കൂടുതലാണെങ്കിൽ കുറച്ച് തരാം. നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് എന്നുള്ളത് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. ഒന്നും കിട്ടുന്നില്ല എന്ന് വിചാരിക്കരുത്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. കുറച്ചും കൂടി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ ക്വസ്റ്റ്യൻസ് തന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കുക, മാക്സിമം നോക്കുക. ഇനി ബാക്കി അടുത്ത സെക്ഷനായിട്ട് ഇതിൻ്റെ ബാലൻസ് 50 ക്വസ്റ്റ്യൻസും കൂടി അടുത്ത സെക്ഷനായിട്ട് തരുന്നതാണ്. അതിനു മുമ്പ് ഇത് ഒരു തവണ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. പ്രോബ്ലംസ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ EOQ ആണെങ്കിലും പിന്നെ എന്താണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണെങ്കിലും പിന്നെ ഹാൽസി പ്രീമിയം പ്ലാൻ ഒക്കെ ആണെങ്കിലും നമ്മൾ പഠിച്ചതാണ്. ആ പ്രോബ്ലംസ് അറിയില്ലാത്തവർ അതെന്തായാലും ചെയ്ത് പഠിക്കണം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ കാണാം. അതുവരെ താങ്ക് യു.